ആദില, സരിക, ശൈത്യ എന്നിവർ ഇരുന്നുകൊണ്ട് അനുവിൻ്റെ കുറ്റം പറയാണ്. പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതിന് മുൻപേ എന്താണെന്നുള്ളത് ലൈവ് കാണിച്ചിട്ടില്ല. എനിക്കും നൂറയ്ക്കും വീട് പോലും ഇല്ല, ജോലി ഇല്ലെങ്കിൽ ഞങ്ങൾ റോഡിൽ കിടക്കും, ഞങ്ങൾക്ക് വരുമാനമില്ല. അപ്പം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പം അനുവിന് അത്ര പ്രശ്നങ്ങളില്ലല്ലോ. അവൾ പക്ഷേ മറ്റുള്ളവരുടെ കാര്യം നോക്കത്തില്ല. എനിക്ക് 30 ലക്ഷം രൂപ കടമുണ്ട്, ലോൺ ഉണ്ടെന്ന് മാത്രമാണ് ഇവൾ പറയുന്നത്. ആക്ച്വലി അനു എന്തുകൊണ്ടാണത് പറഞ്ഞത്? അനു വെറുതെ വന്നിട്ട് സ്റ്റോറി പറഞ്ഞ സമയത്ത് 30 ലക്ഷം രൂപയുടെ ലോണിൻ്റെ കാര്യം പറഞ്ഞതല്ലല്ലോ. എല്ലാവരും പി ആറിന് കൊടുത്തു, 16 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് അനു പറഞ്ഞത്, എനിക്കിതുപോലെ 30 ലക്ഷം രൂപ ലോൺ കിടക്കുമ്പോൾ ഈ 16 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമോ? വരത്തില്ല. അത്രയും ആ 16 ലക്ഷം രൂപയൊന്നും ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. കപ്പെടുത്താൽ മാത്രമല്ലേ ബിഗ് ബോസിൽ നിന്ന് കിട്ടത്തുള്ളൂ, അല്ലാണ്ട് 16 ലക്ഷം രൂപയൊന്നും ഒരിക്കലും ബിഗ് ബോസിൽ നിന്ന് കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് അനു ഈ 30 ലക്ഷം രൂപയുടെ ലോണിൻ്റെ കാര്യവും വണ്ടിയുടെ ലോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ ശൈത്യ വന്ന് പറയുകയും ചെയ്തു അവൾക്ക് അങ്ങനെ ലോണൊന്നും ഇല്ലയെന്ന്. ഇവൾക്കിത് എവിടെ നിന്ന് ഈ ന്യൂസ് കിട്ടിയത്? ചുമ്മാ വന്ന് തട്ടിയടിക്കുക. എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സരിക വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ സങ്കടം എന്താണെന്നറിയോ? അനുവിനെങ്ങാണ് ഈ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, അത്രയും പറയുന്നുണ്ട്. ഇതിന് മുൻപേ സരിക പറയുന്നുണ്ട്, ഈ അനുവിനെങ്ങാണ് ഈ ഒരു കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നൊരു സാധനത്തിന് ഒരു വിലയുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും പിന്നെ ഈ നെവീനൊക്കെ വന്നങ്ങ് അലമ്പാക്കി, കുറേ ആൾക്കാർ വന്ന് കൂടിയിട്ട് ആ ഒരു പോർഷൻ പിന്നെ അവർ സംസാരിച്ച് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ സരികയും അതേപോലെ ആദിലയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയോ? ബിൻസിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആദില നൈസായിട്ട് മസ്താനിയുടെ അടുത്ത് പോയി സംസാരിച്ചു. മസ്താനിയുടെ അടുത്ത് സംസാരിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻസി മസ്താനിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് മസ്താനി മോശമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബിൻസിക്ക് നെഗറ്റീവ് വന്ന് പുറത്ത് ഭയങ്കര ട്രോളൊക്കെ ആയി എന്നുള്ള രീതിക്ക് ഈ മസ്താനിയുമായിട്ട് ബിൻസി വീടിനകത്ത് വെച്ച് നല്ലൊരു വഴക്ക് നടന്നായിരുന്നു. അപ്പോൾ ബിൻസി നമ്മുടെ ആദില പോയിട്ട് ആ മസ്താനിയുടെ അടുത്ത് അത് ക്ലിയർ ചെയ്തു. അതായത് പ്രൊഡ്യൂസറിനോട് പറഞ്ഞ് ക്യാഷ് എണ്ണി മേടിച്ചിട്ടാണ് ഈ ബിൻസി ഈ വീഡിയോ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തത്. പിന്നെ അവൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ വേറെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്നുള്ളത്. അപ്പം അതിൽ പറയുന്നത് ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറയുമ്പം അത് കേട്ടിട്ടും ഇൻ്റർവ്യൂവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആൾക്ക് വേണത് ചോദിക്കരുതെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ വീഡിയോ അവൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് പറയാമായിരുന്നു അത് കട്ട് ചെയ്ത് കളയാൻ. അപ്പോൾ ബിൻസി പറഞ്ഞത്രേ 35 മിനിറ്റ് ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവൾക്ക് അറിയാം 35 മിനിറ്റ് ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവൾക്ക് പൈസ മേടിച്ചു, അതുകൊണ്ട് അവൾക്ക് എന്തായാലും ആ വീഡിയോ കട്ട് ചെയ്ത് കളയാൻ താല്പര്യമില്ല. പൈസ മേടിച്ചിട്ട് വീഡിയോ എടുപ്പിച്ചു. ആങ്കറിനെ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അത് സ്കിപ്പ് വേണമെങ്കിൽ ചെയ്യിക്കാനുള്ളൊരു ഓപ്ഷൻ അവൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ അതും ചെയ്തില്ല. ഈ ഒരു പ്രശ്നം നടന്നിട്ട് മസ്താനിക്ക് ഒരു മെസ്സേജ് പോലും അവൾ അയച്ചിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് പുറത്ത് വെച്ച് അവൾ ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്ന് കാണിച്ചത് വെറും പട്ടി ഷോ അല്ലേ ചേച്ചി എന്നാണ് ആദില പറയുന്നത്. എനിക്ക് ബിൻസി കാണിച്ചത് പട്ടി ഷോ ആയിട്ടാണ് തോന്നിയത്. ആദില പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ബിൻസിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തീർക്കാമായിരുന്നു. ബിൻസിക്ക് ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ ഔട്ടായി പോയി ഇവിടെ വന്നിട്ട് ഒരു ഷോയും അല്ലെങ്കിൽ ബിൻസിയുടെ ആ ഒരു ക്യാരക്ടറൊന്നും ബിൻസിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ബിൻസി മാക്സിമം എടുത്തിടാവുന്ന കണ്ടന്റ് എല്ലാം എടുത്തിട്ട് പുറത്ത് നല്ല മാസമാണെന്ന് കരുതി കുറേ അനുവിനെ പറഞ്ഞതും ബിൻസി പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് ഓടുന്നുണ്ട്. ജിസേലിനെ കുറിച്ച് നെവിനെ കുറിച്ച് പറഞ്ഞത് അനു പറഞ്ഞതിനെക്കാട്ടി മോശം. ഇത്രയും കച്ചറയായിട്ട് ആരെങ്കിലും പറയുമോ? അപ്പോൾ ഇതൊക്കെ മാസമാണെന്ന് കരുതി ബിൻസി പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ആദില നൈസായിട്ട് ബിൻസിയുടെ കൂടെ നടന്നിട്ട് സരികയുമായിട്ട് ചേർന്ന് ബിൻസി അങ്ങ് തേച്ചൊട്ടിച്ച് അവൾ ഷോ കാണിച്ചതാണ്, അവൾ പട്ടി ഷോയാണ് കാണിച്ചതെന്ന് ആദിലങ്ങ് പറഞ്ഞ്. ഇതെല്ലാത്തിനും മുൻപന്തിൽ ഈ സരിക ഉണ്ടല്ലോ, ഇവരെ പോലെ കുശുമ്പും കുന്നായ്മയും പിടിച്ചൊരു തള്ള. എന്തൊരു കുശുമ്പാന്ന് പറയുക. കുടുംബം കലക്കി എന്ന് പറഞ്ഞാൽ ഇവരാണ് ശരിക്കും കുടുംബം കലക്കി. അനുമോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാം ഇവരുടെ അടുത്ത് ആക്ട് ചെയ്ത് കാണിച്ചതെന്ന്. നൂറയ്ക്കാണ് കപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ അനുമോളുടെ ഫേസൊക്കെ വല്ലാണ്ടായി. ഇങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ ഈ ആദിലയുടെ നൂറയുടെ ഒക്കെ ചെവിയിൽ ഈ തള്ള വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരാണ് ലോക ഉടായ്പ. ഇവരെങ്ങാണ് ഈ ബിഗ് ബോസ് നിന്നിരുന്നെങ്കിൽ തീർന്നേനെ. ശൈത്യ കഴിഞ്ഞാൽ പിന്നെ ആദില, നൂറ, ഇപ്പം ഈ സരിക, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ഈ സരികയൊന്നും ഇവിടെ നിൽക്കാഞ്ഞ കാര്യമായി. ഇവരൊക്കെ ഒരു കുടുംബത്തിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കലക്കി വിടുക കുടുംബം.